പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ കയ്യിൽ മെമ്മറി കാർഡോ പെൻഡ്രൈവോ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകളോ കാണും. അതെന്തിനാണ്? നമ്മുടെ കയ്യിലുള്ള ഡേറ്റ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. അതിൽ ഫോട്ടോസ് ഉണ്ടാകാം, ഫയലുകൾ ഉണ്ടാകാം, വീഡിയോസ് ഉണ്ടാകാം. അങ്ങനെ എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ ഡേറ്റയും നമ്മൾ ഡ്രൈവുകളിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. കാരണം നമ്മുടെ ഫോണിൽ ഇപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 64 GB അല്ലെങ്കിൽ 256 GB അത്രയൊക്കെ കാണത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് വരുന്ന ഫോട്ടോസൊക്കെ നമ്മൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകളിലും പെൻഡ്രൈവുകളിലും മെമ്മറി കാർഡിലും ഒക്കെ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡേറ്റ സേവ് ചെയ്ത് വെക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു ഡിവൈസിന് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഉണ്ടായാൽ ഡേറ്റ നഷ്ടപ്പെടാം. അതിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയലുകൾ കറപ്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഫയലുകൾ മിസ്സാകാനും കറപ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്മുടെ വിലപ്പെട്ട ഡേറ്റ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പേഴ്സണലി എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയക്കുമായിരുന്നു. ഞാൻ ഈ ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഫോണിൽ നിന്ന് ഡേറ്റ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഡാമേജ് ആയി അതിലെ ഡേറ്റ തിരിച്ചെടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ പല ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയറുകളും മുമ്പും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഡേറ്റ റിക്കവറി സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ വീഡിയോക്ക് ഒരു 1000 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് 100 MB വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡേറ്റ റിക്കവറി ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സോഫ്റ്റ്വെയറിനുള്ളിൽ ഒരു ഷെയർ ബട്ടൺ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിലൂടെ, ട്വിറ്ററിലൂടെ, ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 MB ഫ്രീ ആയിട്ട് ഡേറ്റ റിക്കവറി ചെയ്യാനായിട്ട് സാധിക്കും. 2000+ ഫയൽ ടൈപ്പ് ഓൺ എനി സ്റ്റോറേജ് ഡിവൈസ്, 2000-ലധികം ഫയൽ ടൈപ്സ് നമുക്ക് റിക്കവർ ചെയ്യാം. PC, ഹാർഡ് ഡ്രൈവ്, എക്സ്റ്റേണൽ ഡിസ്ക്, SSD, USB ഡ്രൈവ്, SD കാർഡ്, ഡിജിറ്റൽ ക്യാമറ, ഡ്രോൺ, അങ്ങനെ എല്ലാ ഡിവൈസുകളിലും ഉള്ള സ്റ്റോറേജിൽ നിന്ന് നമുക്ക് ഡേറ്റ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വെബ്സൈറ്റിൽ എത്താനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ഫ്രീ വേർഷൻ, ട്രയൽ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പെയ്ഡ് വേർഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എത്രയും ഡേറ്റയാണ് റിക്കവർ ചെയ്യാനുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ഫ്രീ വേർഷനോ പ്രോ വേർഷനിലേക്കോ പോകാനായിട്ട് സാധിക്കും. എന്തായാലും ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ചില ട്രിക്കുകളുണ്ട്. അതായത് ഇതിന്റെ പ്രോ വേർഷൻ വാങ്ങിയെങ്കിൽ നമുക്ക് കൂടുതൽ ഫയലുകൾ റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രോ വേർഷൻ വാങ്ങാതെ തന്നെ നമുക്ക് ഇതിൽ ഡേറ്റ റിക്കവറി സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫ്രീ വേർഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞുതരാം. വീഡിയോ എന്തായാലും അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനിത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡേറ്റ റിക്കവറി എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഡേറ്റ റിക്കവറി സെക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ കമ്പ്യൂട്ടറിലെ എല്ലാ ഡ്രൈവുകളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എക്സ്റ്റേണൽ ഡ്രൈവ് വല്ലതും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് കാണാൻ സാധിക്കും. റീസൈക്കിൾ ബിന്ന്, ഡെസ്ക്ടോപ്പ്, അങ്ങനെ എല്ലാ ഡ്രൈവുകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് റിക്കവർ ചെയ്യുന്നത് നോക്കുന്നതിന് മുമ്പ് ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സ് ഒക്കെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. റിക്കവർ ഫയൽ ഫ്രം ക്രാഷ് കമ്പ്യൂട്ടർ, ക്രാഷ് ആയ കമ്പ്യൂട്ടറിൽ നിന്ന് ഫയലുകൾ റിക്കവർ ചെയ്യണമെങ്കിൽ അത് സാധിക്കും. റിപ്പയർ അൺഓപ്പണബിൾ ഫോട്ടോസ്, ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഫോട്ടോസ്, കറപ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. റിപ്പയർ അൺപ്ലേയബിൾ വീഡിയോസ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റിക്കവറിയിലേക്ക് വരാം. റിക്കവറിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡ്രൈവ് കാണിച്ചു തരാം. ഇതൊരു മെമ്മറി കാർഡാണ്. ഈ മെമ്മറി കാർഡ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതിൽ 2 ഫോൾഡറുകളുണ്ട്. ഇതിൽ ആദ്യത്തെ ഫോൾഡറിൽ കുറച്ച് ഫോട്ടോസും അതേപോലെ കുറേ വീഡിയോസും ഒക്കെ ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഫോട്ടോയാണ്. ഒരുമാതിരി സാമാന്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ്. ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഈ ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ്. അപ്പോൾ ഈ ഫോട്ടോസോ ഈ വീഡിയോസോ ഒക്കെ നമുക്ക് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ എങ്ങനെ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും? ഇവിടെ മറ്റൊരു ഫോൾഡറുണ്ട്. ഈ ഫോൾഡറിൽ ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തതാണ്, DSLR റെക്കോർഡ് ചെയ്തതാണ്. ഞാൻ ഈ ഫയലുകളെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യുകയാണ്.
ഓക്കെ, ഇപ്പം നമ്മുടെ മെമ്മറി കാർഡ് കാലിയായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തിലിപ്പോൾ ഒരു ഫയലുകളും ഇല്ല, മൊത്തം ഡിലീറ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഈ 2 ഫോൾഡറൂടെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പം ഒന്നുമില്ല, മൊത്തം പോയി. ഇനി നമുക്ക് ഈ മെമ്മറി കാർഡിൽ നിന്ന് ഡിലീറ്റ് ആയ ഇപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരെ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് വരുന്നു. അതിനുശേഷം നമ്മുടെ ആ ഒരു മെമ്മറി കാർഡ്, എക്സ്റ്റേണൽ ഡ്രൈവ് ഈ കാണിച്ചിരിക്കുന്നത് ആ ഒരു മെമ്മറി കാർഡാണ്. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ നെയിം ഒന്ന് കാണിച്ചു തരാം. EOS Digital G അതാണ് അതിൻ്റെ നെയിം. EOS Digital D എന്ന് തന്നെയാണ് ഇവിടെ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത്, സ്കാൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ സ്കാനിങ്ങിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം സ്കാൻ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് റീസ്കാനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഫോട്ടോസ്, ഓഡിയോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്കങ്ങ് സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്കാൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സ്കാനിങ് പ്രോസസ്സിങ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു 100% ആയി കഴിയുമ്പോൾ എത്ര ഫയലുകൾ റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏകദേശം 7.63 GB ഫയലുകൾ ഇവിടെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ കുറേ ഫയലുകൾ റിക്കവർ ആയിട്ടുണ്ട്. ഇവിടെ DCIM എന്ന് പറയുന്ന ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്. ഡിലീറ്റഡ് ഫയൽസിൽ 30 ഫയലുകൾ ഇവിടെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് DCIMൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറേയധികം ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേതെങ്കിലും 1-2 ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ്. നമുക്ക് റിക്കവർ ചെയ്യേണ്ട ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോയാണ്. ഇങ്ങനൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് എപ്പോഴോ ഡിലീറ്റ് ചെയ്തതാണ്. ഇവിടെ 3-4 വീഡിയോസും സ്കാനിങ്ങിൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിലീറ്റ് ചെയ്ത വീഡിയോ ഇവിടെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു 23% സ്കാനിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ലാസ്റ്റിൽ ഡിലീറ്റ് ചെയ്ത ഫയലുകളൊക്കെ തന്നെ ഇവിടെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു ട്രിക്കിൻ്റെ കാര്യം, ഇതിൻ്റെ ഫ്രീ വേർഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തെന്ന് പറഞ്ഞാലും ഇതേ രീതിയിൽ നമുക്ക് ഇവിടെ ഒന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കാനായിട്ട് സാധിക്കും ഏതൊക്കെ ഫയലുകൾ ഇവിടെ റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. അപ്പം നിങ്ങൾ ഒരു ഡിവൈസിൽ നിന്നുള്ള ഫയലുകൾ റിക്കവർ ചെയ്യാനായിട്ട് അത് സ്കാൻ ചെയ്തത് നോക്കുക. ആദ്യം സ്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലുകൾ റിക്കവർ ആകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിതിൻ്റെ പ്രോ വേർഷൻ പർച്ചേസ് ചെയ്താൽ മതിയായിരിക്കും. അതല്ലാതെ നിങ്ങൾ ആദ്യമേ ഓടിപ്പോയിട്ട് പ്രോ വേർഷൻ പർച്ചേസ് ചെയ്യരുത്. ആദ്യം നിങ്ങൾ ആ ഫയൽ സ്കാൻ ചെയ്ത് ഈ സ്കാനിങ്ങിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. സ്കാനിങ്ങിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷമാണ് നമ്മൾ റിക്കവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഈ സ്കാനിങ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ ഏകദേശം ഇവിടെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ഓൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ റിക്കവർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഡെസ്ക്ടോപ്പിൽ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. നോക്കുക, ഈ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയി. ഞാൻ റിക്കവറിയിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് റിക്കവർ ഒൺലി, രണ്ടാമത്തത് റിക്കവർ ആൻഡ് റിപ്പയർ. അതായത് ഫയലുകൾ കറപ്റ്റഡ് ആയിട്ടുള്ളത് വല്ലോട് റിപ്പയർ ചെയ്യണമെങ്കിൽ അതും ചെയ്ത് റിക്കവർ ചെയ്യും എന്നാണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ റിക്കവർ ഒൺലിയിൽ ക്ലിക്ക് ചെയ്തു. കുറച്ച് സമയം എടുക്കും, കാരണം വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. നല്ല MB ഉള്ള വീഡിയോ ആയിരുന്നു ഞാൻ അതിൽ സെലക്ട് ചെയ്തിരുന്നത്. ആ റിക്കവറി നടക്കുന്ന ഫോൾഡർ ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ആ ഡിലീറ്റ് ചെയ്ത ആ ഒരു വീഡിയോ ഇവിടെ റിക്കവർ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് പോയി കഴിഞ്ഞാൽ ഫോട്ടോസ് റിക്കവർ ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഫോട്ടോസ് റിക്കവർ ആയിട്ട് വരുന്നുണ്ട്. ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് ഒക്കെ റിക്കവർ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കുക, അടുത്ത ഫോട്ടോ റിക്കവറായി. ഫയലുകൾ റിക്കവർ ആവുന്നത് ലൈവായിട്ട് നിങ്ങൾ കാണുകയാണ്. നോക്കുക, ഇപ്പോൾ അടുത്ത ഫയലൂടെ റിക്കവർ ആയിട്ടുണ്ട്. റിക്കവറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ഫോൾഡറിലേക്കാണ് റിക്കവർ ആയത്. ചില ഫയലുകൾ 2 പ്രാവശ്യമൊക്കെ ഇവിടെ സേവ് ആയിട്ടുണ്ട്. അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ നോക്കുക. ഹൈ ക്വാളിറ്റിയിൽ തന്നെ സംഭവം റിക്കവർ ആക്കി തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫോട്ടോയ്ക്ക് ഓപ്പൺ ആക്കി നോക്കിയായിരുന്നല്ലോ, അതിൻ്റെ ക്വാളിറ്റി നോക്കുക, ഹൈ ക്വാളിറ്റിയിൽ തന്നെ. ഈ ഒരു ഫോൾഡറിൻ്റെ അകത്തല്ലേ ഒരു ഫയൽ റിക്കവർ ചെയ്തത്, അതൊന്ന് നോക്കാം. അതിൻ്റെ പ്രോപ്പർട്ടി എടുത്ത് നോക്കാം. ഏകദേശം 1.28 GB സൈസുള്ള ഫയലാണിത്. ഇത് ഞാൻ റെക്കോർഡ് ചെയ്തതാണ് DSLRൻ്റെ അകത്ത്. ചെറിയൊരു ഫയൽ 6 മിനിറ്റ് കണ്ടുള്ളൂ. പക്ഷെങ്കിൽ അതുവരെ ഇതിവിടെ പ്രോപ്പറായിട്ട് റിക്കവർ ചെയ്ത് തന്നിട്ടുണ്ട്, അതേ ക്വാളിറ്റിയിൽ തന്നെ. അപ്പോൾ അതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പവർ. നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലുകൾ ഇവിടെ ഫൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഡീപ്പ് സ്കാൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള സ്കാനിങ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഡീപ്പ് സ്കാൻ ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ ഫയലുകളും നിങ്ങൾക്ക് തിരിച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ വളരെ ഈസി ആയിട്ട് മെമ്മറി കാർഡിലോ പെൻഡ്രൈവിലോ ഹാർഡ് ഡിസ്കിലോ ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡേറ്റ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഏത് സിനാരിയോസിലും നിങ്ങളുടെ കയ്യിലുള്ള ഡേറ്റ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് അത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1000 ആയിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനിലൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.